Yes. സി ഐ ഡി മൂസ എപ്പോഴും ടി വിയിൽ വരുമ്പോൾ കുത്തിയിരുന്ന് കാണുന്നവരാണ് നമ്മളിൽ പലരും. കുട്ടിക്കാലത്ത് എന്റെ ഫേവറേറ്റ് പടമായിരുന്നു സി ഐ ഡി മൂസ. ഇത്രയും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു പടത്തിന് കന്നഡയിലേക്ക് നല്ല അസലായിട്ട് റീമേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആണ് സി ഐ ഡി മൂസ വേഴ്സസ് സി ഐ ഡി ഈശ. ಕಂಡು ದಾಳಿಗೆಲ್ಲ ಕ್ಯಾರೆ ಮಾಡೋದಿಲ್ಲ ಬೇಟೆಯಾಡೋಗಿ ಗುಂಡಿಗೆ മലയാളത്തിലെ നമ്മുടെ മൂസയുടെ ഇൻട്രോ സോങ്ങിൽ കുറച്ച് ഗുണ്ടകൾ കാറ് വളഞ്ഞിട്ട് നിർത്തിയപ്പോൾ അവരെ വെടിവെച്ചിട്ട് മൂസ തിരിച്ചു പോകും. പക്ഷെ കന്നഡയിൽ നമ്മുടെ ഈശ വിൻഡോസ് ക്ലോസ് ആക്കി എ സി ഇട്ട കാറിൽ സിഗരറ്റും വലിച്ചോണ്ട് വരും. എന്നാലും ഇങ്ങനെ കാറിൽ എ സി ഇട്ട് സിഗരറ്റ് വലിച്ച് വേറെ ആരോ വന്നിട്ടുണ്ടല്ലോ. ഓ, നമ്മുടെ രാജുവേട്ടൻ. മേ ബി ഇതിൽ നിന്നായിരിക്കും കൊത്തരാജ് ഈ റെഫറൻസ് എടുത്തത്. ഇതാണ് നമ്മുടെ തെലുങ്കിലെ സെലിം കുമാറും ജഗതിയും. ഓ ചളവാക്കും. ഇതാണ് നമ്മുടെ തൊരപ്പൻ കൊച്ചുണ്ണി. വേണമെങ്കിൽ തെലുങ്കിൽ തൊരപ്പണ്ടി കൊച്ചണ്ടി എന്ന് വിളിക്കാം. ಯಾವ್ದಿದು ಇಂದ್ರಜಾಲ ಫೇಸು? ಅಯ್ಯಯ್ಯೋ, ಯಾರೋ ಕೊಲೆ ಮಾಡ್ಬಿಟ್ಟು ತಲೆ ತಂದು ಇಟ್ಬಿಟ್ಟವ್ರಪ್ಪ. ഒന്നതരമായിരിക്കുന്നു. വെറുതെ പറയണമെന്ന് വിചാരിക്കരുത്. വണ്ടർഫുൾ. മലയാളത്തിൽ നമ്മുടെ തൊരപ്പൻ കൊച്ചുണ്ണി ഫ്ലാറ്റിൽ നിന്ന് താഴേക്ക് ചാടുന്ന സീനില്ലേ, ഇത് തെലുങ്കിലേക്ക് വന്നപ്പോൾ എഡിറ്റ് ചെയ്ത് കൈൻ മാസ്റ്ററിലാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ഗൈസ്. മലയാളത്തില് ദിലീപ് പോലീസ് ടെസ്റ്റിന് പോയപ്പോൾ അവിടുന്ന് ദിലീപിനെ കൊണ്ട് പോസ്റ്റിൽ എണ്ണ ഒഴിപ്പിച്ചിട്ട് ആദ്യമേ കയറ്റുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ കന്നഡയിലേക്ക് വന്നപ്പോൾ നമ്മുടെ ജഗ്ഗേഷ് ഒരു വലിയ സ്റ്റാർ ആണല്ലോ, അതുകൊണ്ട് അത്ര വലിയ കഷ്ടപ്പെടുത്തണ്ട വിചാരിച്ചിട്ടായിരിക്കും ഡയറക്റ്റ് പോലീസുകാരെ ഇടിച്ചിടാനാണ് പറയുന്നത്. ഈ ഫൈറ്റ് കണ്ടിട്ട് ഈശാനെ പോലീസിൽ എടുക്കാത്തതൊക്കെ വേറെ വിഷയം. പക്ഷെ ഈ പോലീസാന്നും പറഞ്ഞ് ഇടികൊണ്ടാവുമാരെ ആദ്യം സസ്പെൻഡ് ചെയ്യണം. മലയാളത്തില് ഫ്ലാറ്റിൽ വെച്ചിട്ട് ദിലീപ് ഭാവനെ ഷട്ടിൽ കളിക്കണ കാണുന്ന ഒരു സീൻ ഉണ്ട്. അതിൽ ദിലീപും അർജുനും കൂടെ കഷ്ടപ്പെട്ട് അവരെ നോക്കുന്ന സീൻ ഉണ്ടല്ല. തെലുങ്കിലേക്ക് വന്നപ്പോൾ നമ്മുടെ ജഗ്ഗേഷ് അണ്ണൻ മാക്സിമം ഓവറാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് കോലുമുട്ടായി പ്രതീക്ഷിച്ചിരുന്ന കുഞ്ഞാവക്ക് കിൻഡർ ജോയ് കിട്ടിയ എക്സ്പ്രഷനോ? മലയാളത്തില് നമ്മുടെ പോലീസ് മാമനും ടെററിസ്റ്റും കൂടി ഫൈറ്റ് ചെയ്യുമ്പോൾ ദിലീപ് ചുമ്മാ അവിടെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ കന്നഡയിലേക്ക് വന്നപ്പോൾ നമ്മുടെ അണ്ണൻ അവിടെയും കോമഡി കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട് തോക്കെടുത്ത് തരാൻ പറഞ്ഞപ്പോൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടാണ് ചെയ്യുന്നത്. മലയാളത്തിൽ നമ്മുടെ കൊച്ചുണ്ണി ട്രൗസർ ഇട്ടിട്ട് ബൈക്കിൽ വരുമ്പോൾ ജഗതി പെട്ടെന്ന് പിടിച്ചു നിർത്തിയപ്പോൾ ആൾ അവിടുന്ന് അപ്രതീക്ഷയാവാണ് ചെയ്യുന്നത്. എന്നിട്ട് ആളുടെ ട്രൗസർ മാത്രം അവിടെ ബാക്കിയാവുന്നു. പക്ഷെ കന്നഡയിലേക്ക് വന്നപ്പോൾ കൊച്ചുണ്ണിയുടെ ആത്മാവ് നേരെ ട്രൗസറിലേക്ക് കയറുന്നു. കൊച്ചുണ്ണി പോയതിനു ശേഷം ട്രൗസർ ഏറെ കിടന്ന് 2 മിനിറ്റ് ഡാൻസ് കളിക്കാണ് ഗൈസ്. സംഗതി ഇത് രണ്ടും ഒരു സ്ലാപ്സ്റ്റിക് കോമഡി തന്നെ. പക്ഷെ എന്നാലും ചെയ്തു വെച്ചേക്കുന്നതിന് ഒരു വൃത്തി വേണ്ടടേ. സി ഐ ഡി മൂസയില് മൂസനെ പോലെ തന്നെ മൂസയുടെ കാർ ഒരു മെയിൻ ക്യാരക്ടർ തന്നെയാണ്. ചെറുതിലൊക്കെ ഞാൻ ഈ പടം കുത്തിയിരുന്ന് കണ്ടത് തന്നെ ക്ലൈമാക്സിലെ ഈ കാറിന്റെ സീൻ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ കന്നഡയിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് കാറൊക്കെ എടുത്ത് ബഡ്ജറ്റ് ഒക്കെ കൂട്ടി ഇനിയിപ്പോ വെറുതെ ബുദ്ധിമുട്ടുണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും നൈസായിട്ട് ഒരു പത്മിനി വാങ്ങിച്ചിട്ട് അതിന് അറഞ്ചം പുറഞ്ചം പെയിന്റ് അടിച്ചിട്ട് മൂസയുടെ കാറാക്കി മാറ്റി. എങ്ങനെയുണ്ട്? കളർഫുൾ അല്ലേ? എല്ലാ കളേഴ്സും ഉണ്ടല്ലോ. കൊള്ളാല്ലേ? ഇത് ഇച്ചിരി ക്ലാസ്സിൽ പിടിച്ചാ തെയ്യം പോലെ ഉണ്ട്. മലയാളത്തിൽ മൂസ സി എമ്മിനെ കാണാൻ പോയപ്പോ ബോംബ് പൊട്ടുന്ന ഒരു സീൻ ഉണ്ടല്ലോ. കന്നഡയിലേക്ക് വന്നപ്പോ അണ്ണൻ അവിടെയും കയറി ഓവർ ആക്ട് ചെയ്തിട്ട് കോമഡി ആക്കി വെച്ചിട്ടുണ്ട്. ನೀನು ಹೇಳಬೇಕು ಅಂತಿದ್ಯಲ್ಲ ಇದ್ರೆ ಸರ್. പൊന്നോ ഒടുക്കത്താ. പിന്നെ അതുപോലെ തന്നെ മലയാളത്തില് ക്ലൈമാക്സിൽ കൊച്ചുണ്ണി കാറിന്റെ ബാക്കിൽ ഇരുന്നിട്ട് പ്ലേറ്റ് എറിയുന്ന സീൻ ഉണ്ടല്ലോ.
അതിലൊരു പ്ലേറ്റ് എറിയുമ്പോൾ ഐസ്ക്രീം ഇട്ടിട്ട് ഒരാളുടെ മുഖത്തടിക്കുന്നുണ്ട്. പക്ഷെ ഇത് കന്നഡയിലേക്ക് വന്നപ്പോൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന 2 കപ്പിൾസിന്റെ മുഖത്ത് വന്നിട്ട് പ്ലേറ്റ് അടിക്കുന്നു. പ്ലേറ്റ് വന്നു വീണ ദേഷ്യത്തില് ഈ ചെറുക്കൻ ഐസ്ക്രീം അവന്റെ ഗേൾഫ്രണ്ടിന്റെ മുഖത്തിട്ട് ഒരക്കുന്നു. മിക്കവാറും അതൊരു കലിപ്പന്റെ കാന്താരി ആവാനാണ് സാധ്യത. പിന്നെ ക്ലൈമാക്സിലും അണ്ണൻ ആസ് യൂഷ്വൽ ഓവറാക്കി കോളാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ കുറെ പേര് വരും, എടോ ഇത് അവർക്ക് വേണ്ടി എടുത്തതാണ്, അവരുടെ സ്റ്റൈലിൽ എടുത്തതാണ്, അത് അവർക്ക് ഇഷ്ടപ്പെട്ടു. ആയിക്കോട്ടെ, അവർക്ക് ഇഷ്ടപ്പെടുമോ, അവർ ഇതൊക്കെ കണ്ട് ചിരിക്കോ തലവത്തിമറയോ എന്ത് വേണേലും ചെയ്തോട്ടെ. ഞാൻ ഈ ഒറിജിനൽ പടവും റീമേക്ക് പടം വെച്ച് കമ്പാരിസൺ ചെയ്തു എന്നുള്ളൂ. നിങ്ങൾക്ക് ഏത് വേണേലും ഇഷ്ടപ്പെടാം. ചിലപ്പോൾ നിങ്ങൾക്ക് മൂസയെക്കാളും ഈശയെ ഇഷ്ടപ്പെടാം, ഈശയെക്കാളും മൂസ ഇഷ്ടപ്പെടാം. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. ഈ 2 പടവും കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.